ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഫാമിലിയാണ് കെ ഫാമിലി. കൃഷ്ണകുമാറിന്റെ ഫാമിലി കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ട് ഇവർ എയറിൽ തന്നെയാണ്. അപ്പം എന്തായാലും അവിടുന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരാനായിട്ടുള്ള ഒരു പ്ലാനിങ് ഒന്നും ഇവർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇവരെ ഒരു തട്ടിപ്പും കൂടെ ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇവർക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്, അതായത് സിയ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. അതായത് അത് സിന്ധു കൃഷ്ണനും ഇഷാനിയും അഹാനയും ഹൻസികയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഉണ്ട്. സോ അപ്പോൾ അവർ കുറേ പ്രൊഡക്റ്റുകൾ, അതായത് കുറേ സാരീസ് ആണ് ഇവിടെ ഇവരുടെ ഈ ഒരു ഷോപ്പിൽ കൂടുതലായിട്ടുള്ളത്. ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ അങ്ങനെ ഇവർ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ഒക്കെ കണ്ടു നോക്കാം. ഇപ്പം ഇവരുടെ സാരീസിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു 3000 ഒന്നുമില്ല, 7000, 8000, 10, 6, 17, 18 അത്രയും വിലയുടെ സാരികളാണ് കേട്ടോ. അപ്പോൾ ഈ സാരികൾക്ക് ഇത്രയും തന്നെ വിലയുണ്ടോ? കാരണം പല പല ക്ലോത്തിങ് ബ്രാൻഡുകൾ അല്ലെങ്കിൽ വേറെ ഉള്ള ഇൻസ്റ്റഗ്രാം സ്റ്റോർസ് ആണെങ്കിലും വേറെ എവിടെയാണെങ്കിലും ഇത്രയധികം വിലയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇവർ മനുഷ്യരെ നല്ല രീതിക്ക് പറ്റിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് വരാം ഗൈസ്. ഇതെല്ലാവർക്കും അറിയാം, നമ്മുടെ അഹാനയാണ്. അഹാനയുടെ പുതിയൊരു സാരി കളക്ഷനാണ്, അല്ലെങ്കിൽ സാരി കളക്ഷൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഇവരുടെ ഓണം കളക്ഷനാണ്. ഇതൊരു ഓർഗൻസ സാരിയാണ്. ഓർഗൻസ സാരി വിത്ത് പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗൻസ സാരിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പല്ലുവിൽ കൂടുതലായിട്ടും വർക്കുള്ള, താഴോട്ടും കുറച്ച് എംബ്രോയ്ഡറി വർക്കൊക്കെ ഉള്ള ഒരു ഓർഗൻസ സാരിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വില എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇവർ ഈ ഒരു സാരിക്ക് പേരിട്ടേക്കുന്ന രുക്മിണി എന്നാണ്. ആൻഡ് ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 7499 രൂപ, അതായത് 7500 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ ഒന്ന് നോക്കാം. എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയ്ഡറി റണ്ണിങ് ത്രൂ ഔട്ട് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇത് ഔട്ട് ഓഫ് സ്റ്റോക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാവേ. ഇത് നമ്മൾ അഹാന കൃഷ്ണൻ്റെ ഒക്കെ വീഡിയോയ്ക്കകത്ത് കണ്ട അതേ സാരി തന്നെയാണ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അഹാന കൃഷ്ണൻ അവിടെ ഒരു എന്താ പറയുക, പച്ച കളറിലെ ഒരു ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഇവർ ഇട്ടിരിക്കുന്ന ഒരു ക്രീം കളറാണ്. ഇവരുടെ ഈ സാരിക്ക് വെറും 4500 രൂപ മാത്രമാണ്. സോ അവരുടെ വീഡിയോ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എമൗണ്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 7500 ആണ്. 3000 രൂപയുടെ ഡിഫറൻസ് ആണ് ഈ ഒരു സാരിയും അതുപോലെ തന്നെ ആ ഒരു സാരിയും തമ്മിലുള്ളത്. ഈ സാരികൾ തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും എന്താണ് ഒരു ഓക്കെ സോറി ഗൈസ്, ഇതിന് 4800 രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. ഒരു ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ഇത്. റണ്ണിങ് ത്രൂ ഔട്ട് സെയിം, വ്യത്യാസമൊന്നുമില്ല. അതായത് ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ ഓർഗൻസ തന്നെയാണ്. അപ്പം കുറേ ആൾക്കാർ പറയും അവർക്ക് 7500 രൂപയ്ക്ക് അത് കൊടുക്കണമെങ്കിൽ അത് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ അപ്പം പല ആൾക്കാരും പറയാറുണ്ട് നമുക്ക് വില കൂടിയ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിന് ഭയങ്കര ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ്. ഇപ്പം ഈവൻ നമ്മൾ മീഷോ എന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും വാങ്ങിക്കുമ്പം അതിൻ്റെ വില കുറവാണെങ്കിലും നമുക്കറിയാം അതിൻ്റെ ഒരു മെറ്റീരിയൽസിന് ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ റയോൺ ടൈപ്പൊക്കെ ആണെങ്കിൽ നല്ല വില കുറവിൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചൂടൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ചൂടും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഓർഗൻസ എന്ന് പറയുമ്പോൾ അതൊരു മെറ്റീരിയലാണ്. ഇപ്പം റയോൺ എന്ന് പറയുമ്പോൾ അതൊരു മെറ്റീരിയലാണ്. സോ ഇവിടെ മെറ്റീരിയൽ തമ്മിൽ ഒരു വ്യത്യാസമില്ല, കാണുന്നതിലും ഒരു വ്യത്യാസമില്ല, എംബ്രോയ്ഡറിയിലും ഒരു വ്യത്യാസമില്ല. ആകെ വ്യത്യാസമുള്ളത് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് 7500 രൂപയും ഇവിടെ 4800 രൂപയുമാണ് ഈ ഒരു സാരിക്ക് വില വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പം ഒരു ചാനലിലോ അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡിലോ ഒക്കെ ഇടുന്ന വീഡിയോ പോലെയല്ല ഇവരെടുക്കുന്നത്. ഇവർ കുറച്ച് പൈസയൊക്കെ മുടക്കി ക്യാമറമാനെയൊക്കെ വിളിച്ച്, അതായത് 3 പേര് മേക്കപ്പ് ഒക്കെ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓണം ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡെക്കോറും കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം അതിൻ്റെയും കൂടെ എമൗണ്ട് ഇവർ ഈടാക്കുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഒക്കെ എമൗണ്ടൊക്കെ ഇതായി പോകണം. അതുപോലെ തന്നെ ഇവർ ഇത്രയും പേര്
കൂടി നടത്തുന്നതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ എന്താ പറയുക പ്രോഫിറ്റ് എടുക്കുന്നുണ്ടായിരിക്കും. മേ ബി അതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും വില 7,800 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ചെറിയ വിലയല്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പോൾ ജോലി നമുക്ക് ശമ്പളം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തന്നെ നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോൾ പെട്രോളിൻ്റെ വിലയാണെങ്കിലും ഈവൻ ഒരു കോഴിമുട്ടയ്ക്കാണെങ്കിൽ പോലും 8 രൂപ എങ്ങാണ്ടായി വില കൂടിയിരിക്കുകയാണ്. പെട്രോൾ ആണെങ്കിൽ വില, അങ്ങനെ പല കാര്യങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടുന്ന സാലറിയും പൈസയും മാത്രമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊട്ട് കൂടുന്നുമില്ല, അത് സ്റ്റിൽ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7,500 രൂപയൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ളവർക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നിട്ടും ഇവരുടെയൊക്കെ പ്രൊഡക്റ്റ് സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ്. എത്ര ക്ലോത്തിങ് ബ്രാൻഡുകൾ, എല്ലാവരും ക്ലോത്തിങ് ബ്രാൻഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ, എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും പല ആൾക്കാർക്കുണ്ട്, ഒരുപാട് ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ ഇപ്പോൾ ഓർഡേഴ്സ് ഒന്നും വരത്തില്ല, പഴയതുപോലെയൊന്നും അല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ എങ്ങനെ സോൾഡ് ഔട്ട് ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചിന്തിക്കുക, പിന്നെ ഫെയിം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതും എങ്ങനെയാണെങ്കിൽ പോലും ഒരു 1000 രൂപയൊക്കെ നമുക്കൊരു ലാഭം എടുക്കും ഒരു സംഭവത്തിൽ, ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇത്രയധികം രൂപ, 10,000-10,000 രൂപയുടെ ഡിഫറൻസ് അല്ലേ വന്നിരിക്കുന്നത്. ആ ഒരു വ്യത്യാസം എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു കൊള്ള ലാഭമല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇനി വേറൊരു വീഡിയോയും കൂടെ ഗൈസ് ഞാൻ കാണിച്ചു തരാം. അഹാന കൃഷ്ണയുടെ പേജിൽ നിങ്ങൾ ഇത് കണ്ടു കാണും. നോക്കണ്ടടാ ഉണ്ണി, സെയിം ബട്ട് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ എനിക്കിതൊരു സ്പെഷ്യൽ സാരിയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും അഹാനയുടെ സെയിം മോഡല് ഞാൻ തൂക്കിയിട്ട് ഇപ്പൊ വീഡിയോ ആയിട്ട് വന്നേക്കുവാണെന്ന്. ബട്ട് അല്ല, എന്റെ കയ്യിൽ ഈ സാരി ഞാൻ എക്സ്പോ നടത്തിയ ടൈമിലേ ഉണ്ടായിരുന്നു. ആ വീഡിയോ പേജിലുണ്ട്, ഡൗട്ട് ഉള്ളവർക്ക് പോയി ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാനാ, എനിക്കും അഹാനയ്ക്കൊക്കെ ഒരേ ടേസ്റ്റ് ആയതുകൊണ്ടേ. പക്ഷെ അഹാനയുടെ സെയിം കളർ അല്ല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന 2 കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓൾറെഡി സാരി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഒരു ലാവൻഡർ ഡബിൾ ഷെയ്ഡ് വരുന്ന കോട്ട സാരിയാണിത്. ഓൾ ഓവർ ദ ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് മിറർ വർക്ക് വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിന്റഡ് വരുന്ന ഇതാണ് ഇവരുടെ ബൊട്ടീക്കിലെ ഇവരുടെ ഒരു പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു സാരി എന്ന് പറയുന്നത്. ഇതും നല്ല രീതിയിൽ പ്രൈസ് ഡിഫറൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവരുടെ വേറൊരു പ്രൊഡക്റ്റൊക്കെ കാണിക്കാം. ഇവിടെ സിന്ധു കൃഷ്ണ റോസ് ഡെസേർട്ട് റോസ് എന്ന് പറഞ്ഞിട്ട് 11,999 രൂപയുടെ സാരി. അത് ഈ കൃഷ്ണൻ കൊടുത്തിരിക്കുന്ന ഈ ഒരു സാരിയുടെ വില എന്ന് പറഞ്ഞാൽ 17,000 രൂപയോളം വില വരുന്ന ഈ സാരിയൊക്കെയാണ്. ഇതൊക്കെ എങ്ങനെ സോൾഡ് ഔട്ട് ആയി പോകുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാൻ മേലാത്തത്. അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ഇത്രയധികം വില ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളെപ്പോലെ അല്ല ആൾക്കാർക്ക് മനസ്സിലാവില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സെലിബ്രിറ്റി എന്നൊന്നും പറയത്തില്ല, 10 ആൾ അറിയാവുന്ന ഒരാളുടെ ഒരു ബുട്ടീക്കിലാണെങ്കിലും അറിയാത്ത ഒരാളുടെ ബുട്ടീക്കിലാണെങ്കിൽ പോലും ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സാരി കാണുമ്പോഴത്തേക്ക് അത് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ചുമ്മാ എടുത്ത് പൈസ കൊടുക്കുക എന്ന് പറയുമ്പം എനിക്കറിയില്ല, അങ്ങനെയുള്ളവരുണ്ടായിരിക്കും മേ ബി. കാരണം ഇത് അവരുടെ അതായത് അഹാനയുടെ ഒക്കെ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിരിക്കും, എനിക്കറിയില്ല. എനിക്ക് അതിൻ്റെ ഒരു ലോജിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ തന്നെ OYOCയിൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും സെയിം സാധനം തന്നെ നമുക്ക് പല സ്ഥലത്ത് കിട്ടും. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്, ഭയങ്കര വില കൂടുതലാണ്. ഇപ്പോൾ OCയുടെ പേജിൽ നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ അവർ അത് പറയുമായിരിക്കും ക്വാളിറ്റി കൂടുതലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആക്ച്വലി ഞാൻ എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഒരുപാട് യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷേ ഞാൻ ഡ്രസ്സ് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇഷ്ടമാണ്. അപ്പോൾ പക്ഷെ ഞാൻ വാങ്ങാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു 10 ചുരിദാർ, 1000 രൂപയ്ക്ക് 10 ചുരിദാറല്ല, അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണമൊക്കെ. ചുരിദാർ ഞാൻ ഇടാറില്ല, ഞാൻ ആക്ച്വലി ജീൻസും ടോപ്പും ഒക്കെയാണ് ഇടാറുള്ളത്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സസാണ് എനിക്ക്. ജീൻസ് ടോപ്പ്, മിഡി സ്കേർട്ട്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് എനിക്ക് ഇടാൻ ഇഷ്ടം. ചുരിദാറിനോട് എനിക്ക് വലിയ അധികം താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും എന്താ പറയുക 600 രൂപയ്ക്കൊന്നും ഞാൻ ജീൻസ് ടോപ്പ് വാങ്ങിച്ചിട്ടേ ഇല്ല. ഞാനെല്ലാം മീഷോയിൽ വളരെ റേറ്റ് കുറവിൽ 300, 200, 400 അങ്ങനത്തെ ഒക്കെ രൂപയ്ക്കാണ് വാങ്ങുന്നത്. മീഷോ അല്ലെങ്കിൽ പോലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും പല ഓൺലൈനിൽ നിന്നാണ് ഞാൻ കൂടുതലും പർച്ചേസ് ചെയ്യാറുള്ളത്. ഞാൻ ഷോപ്പിൽ പോയാൽ അങ്ങനെ വാങ്ങാറില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇപ്പം അങ്ങനെ നമുക്ക് വില കുറഞ്ഞ് കിട്ടുമല്ലോ, അങ്ങനെ ഞാൻ നോക്കുന്ന ഒരാളാണ്. നല്ല ഭംഗി ഉണ്ടായിരിക്കണം, എന്നാൽ വില കുറവാണെങ്കിൽ ഞാൻ അങ്ങനെ ഡ്രസ്സ് വാങ്ങുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം വില 7000 രൂപയൊക്കെ കൊടുത്ത് സാരി ഉടുക്കുക എന്ന് പറയും, മേ ബി അത് ചിലപ്പം 7000 രൂപയൊന്നും പൈസ അല്ലാത്തവരുണ്ടായിരിക്കണം. പക്ഷേ എന്നാലും
നമ്മൾ കൊടുക്കുന്ന മണിക്ക് നമ്മൾക്ക് വേർത്തായിട്ടുള്ളൊരു കാര്യം കിട്ടണ്ടേ, അങ്ങനെ ചിന്തിക്കണ്ടേ. പക്ഷേ ഇതൊക്കെ എങ്ങനെ സോൾഡ് ഔട്ട് ആയി പോകുന്നു എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നത്. സോ എന്തായാലും വളരെയധികം നല്ല രീതിയിൽ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരെയും. പിന്നെ നമ്മൾ എത്ര അറിഞ്ഞാലും വീണ്ടും ഇവിടെ നിന്നൊക്കെ പോയി സാധനം വാങ്ങിക്കുന്നവരാണ് നമ്മൾ വാങ്ങിക്കുന്നവർ, നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും. അപ്പോൾ എന്തിനാണ് ഇത്രയധികം കൊള്ളലാഭം എടുക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം എന്താണ് വില കൂടുതലാകുമ്പോൾ ക്വാളിറ്റി കൂടുതലാണെന്ന് പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഓർഗൻസ എന്ന് പറയുന്ന ഈ ഒരു സാധനം എല്ലായിടത്തും ഓർഗൻസ തന്നെയാണ്. ആ ഒരു ഓർഗൻസ വില കൂടിയ ഓർഗൻസ, കുറഞ്ഞ ഓർഗൻസ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതുവരേക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഹൈപ്പും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അവിടുന്ന് സാരി വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ പറയുക. അതുപോലെ തന്നെ ഒബായോസിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കലും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.